ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മുടെ PSCയുടെ ഭാഗത്തു നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു അപ്ഡേറ്റ് എന്താണ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 10th പ്രിലിംസിന്റെ എന്താണ് പുതിയൊരു അപ്ഡേറ്റ് ആണ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് 10th പ്രിലിംസിന്റെ എക്സാം, അതായത് പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ്, ഈ പറയുന്ന 2 ഘട്ടങ്ങളിൽ കൂടുതലായിട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് എക്സാമിനേഷൻ നടത്താൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് അല്ലെ. ഇവിടെ ഇപ്പൊ ഡിഗ്രി പ്രിലിംസ് പോലെ തന്നെ, അതായത് എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും അവർ പൊതുവെ ഇപ്പൊ 2 അല്ലെങ്കിൽ 3 ഘട്ടങ്ങളായിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടത്താറുണ്ടായിരുന്നത്. നമ്മൾ ഡിഗ്രി പ്രിലിംസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഗ്രി പ്രിലിംസിന്റെ ഒക്കെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല മെയ് 2-നോ മറ്റോ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് മെയ് 16-ാം തീയതി നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലെ. അത് കഴിഞ്ഞ ശേഷം 3ാമത്തെ സ്റ്റേജ്. അപ്പൊ അതായത് 3 സ്റ്റേജുകളും 3 ദിവസങ്ങളിലായിട്ടാണ് അല്ലെ, 3 ദിവസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ 10th പ്രിലിംസിന്റെ ഇപ്പോൾ PSCയുടെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്ന പുതിയ അപ്ഡേറ്റിനകത്ത് ഈ 2 സ്റ്റേജും, അതായത് ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഒരേ ദിവസം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ്. നോക്കിയേ, 423/2025 ലാസ്റ്റ് ഗൈഡ് സർവർ റിക്രൂട്ട്മെന്റ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ്, വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ്, അതായത് കമ്പനി ബോർഡ് എൽജിഎസും, അതേപോലെ തന്നെ സ്റ്റോർമാൻ ഡയറക്ട് റിക്രൂട്ട്മെന്റും, അതേപോലെ തന്നെ ലോവർ ഡിവിഷൻകാർക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ബെക്കോ LDCയും അല്ലെ, നമ്മുടെ ഈ പറയുന്ന ബെക്കോയും കമ്പനി ബോർഡ് LGSും ഒരേ ദിവസം നടക്കാൻ വേണ്ടി പോകുന്നു. ഒരേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ 2 ഷിഫ്റ്റ് കണ്ടിട്ടില്ലേ. ഈ പറയുന്ന എന്താണ് രാവിലെ എന്താണ് ഒരു OMR ടൈപ്പ് ടെസ്റ്റും വൈകുന്നേരം ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റുള്ള ദിവസങ്ങളിൽ, ഇപ്പൊ അങ്ങനെയുള്ള പരീക്ഷകളിൽ രാവിലെ എന്ത് നടത്തും, OMR ടെസ്റ്റ് നടത്തും, വൈകുന്നേരം എന്ത് നടത്തും, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നടത്തും എന്ന് പറയുന്ന പോലെ തന്നെ രാവിലെ എന്ന് പറയുന്നത് സ്റ്റേജ് 1 കാർഡ് എക്സാമും അല്ലെ, വൈകുന്നേരം ഉച്ച കഴിഞ്ഞ ശേഷം എന്താണ് സ്റ്റേജ് 2 കാർഡ് എക്സാം എന്നുള്ളതാണ്. വ്യക്തമായി പറഞ്ഞു തരാം. അതായത് 18/7/2026 എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന 2 സ്റ്റേജ്, ഒന്നാമത്തെ സ്റ്റേജുകാരുടെയും രണ്ടാമത്തെ സ്റ്റേജുകാരുടെയും എന്ത് നടക്കാൻ വേണ്ടി പോകുന്നത് 10th പ്രിലിംസിന്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അതായത് ബെക്കോയുടെയും കമ്പനി ബോർഡിന്റെയും സ്റ്റോർമാന്റെ ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതില് ഒന്നാമത്തെ സ്റ്റേജിന്റെ കാർഡ് എക്സാം എന്ന് പറയും, ഫസ്റ്റ് സ്റ്റേജ് കാർഡ് എക്സാം എന്ന് പറയുന്നത് എന്താണ് 10 മണി തൊട്ട്, രാവിലെ 10 മണി തൊട്ട് 11:35 വരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഒന്നാമത്തെ സ്റ്റേജ് കാർഡ് എക്സാം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് കാർഡ് എക്സാം എന്ന് പറയുന്നത് അതേ ദിവസം എന്ത് തന്നെയാണ് ഈ 1:30 തൊട്ട് 3:05 വരെയാണ് എന്നുള്ളതാണ് അല്ലെ. 1:30 തൊട്ട് 3:05 വരെയാണ് എന്ത് ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റേജ് കാർഡ് എക്സാം. അതായത് ഒരു ചരിത്രപരമായിട്ടുള്ള എന്ത് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ് എന്ത് ചെയ്യുന്നത് PSC കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒരേ ദിവസം തന്നെ സ്റ്റേജ് 1 കാർഡ് സ്റ്റേജ് 2 കാർഡ് എന്താണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതാണ്. സ്റ്റേജ് 1 കാർഡ് എക്സാമിനേഷൻ രാവിലെയും സ്റ്റേജ് 2 കാർഡ് എക്സാമിനേഷൻ ഉച്ച കഴിഞ്ഞുമാണ് എന്ത് ചെയ്യുന്നത് അവർ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സ്റ്റേജ് 1ന്റെ എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നിന്ന് പഠിച്ചാൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാണ് പൊതുവെ എന്ത് ചെയ്യുന്ന ആളുകൾ സ്റ്റേജ് 2-ന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് പൊതുവെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ നടക്കത്തില്ല, ഇവിടെ നടക്കത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള പൊതുവെ ഇപ്പൊ സംശയങ്ങളൊക്കെ അല്ലെങ്കിൽ പറയാൻ അങ്ങനെ സംശയങ്ങളും വിഷമങ്ങളൊക്കെ പൊതുവെ ആളുകൾ പങ്കുവയ്ക്കാറുണ്ട് അല്ലെ. സ്റ്റേജ് 1 കാർഡ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് സ്റ്റേജ് 2 കാർക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു എന്നുള്ള വിഷമങ്ങളൊക്കെ എന്ത് ചെയ്ത് പൊതുവെ ആളുകൾ പങ്കുവെക്കുമായിരുന്നു. അതെന്തായാലും ഇവിടെ നടക്കത്തില്ല എന്നുള്ളതാണ് അല്ലെ. സ്റ്റേജ് 1 കാര് പരീക്ഷ എഴുതി കഴിയുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റേജ് 2 കാര് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് കയറും അല്ലെ. പിടികിട്ടുന്നുണ്ടോ? അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് 18/7-നാണ്. അതായത് ഹാൾ ടിക്കറ്റ് 4/7-ാം തീയതി തന്നെ എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടും. അതായത് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 11-ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിനെല്ലാം കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി മെയ് 11-ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇനി നടക്കാൻ വേണ്ടി പോകുന്ന കമ്പനി ബോർഡിന്റെയും ബെക്കോയുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 18-ാം തീയതി നടക്കും. അതായത് 4-ാം തീയതി അല്ലെ, ഈ പറയുന്ന ജൂലൈ മാസം 4-ാം തീയതി നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിന്റെ ഹാൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും എന്നുള്ളതാണ്. ഇനി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മെയ് മാസമാണ്, മെയ് 13-നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ മുന്നിലുള്ളതെന്ന് പറയുന്നത് ഏകദേശം 10-60 ദിവസങ്ങൾ മാത്രമാണ്. ഈ 60 ദിവസങ്ങൾ നിങ്ങളെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളാണ്. ഇത് എങ്ങനെ നിങ്ങൾ എന്താണ് ഇനിയുള്ള ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ പ്രിലിംസ് പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യുന്നത് അത് നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ പ്രിലിംസ് പാസ്സാകുമോ ഇല്ലയോ എന്നുള്ള തീരുമാനിക്കാൻ പോകുന്നത് എന്താണ് ഈ പറയുന്ന ഇനിയുള്ള 60 ദിവസങ്ങളാണെന്നുള്ളതാണ്. അത് നിങ്ങൾ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ. 10-60 ദിവസം മാത്രമേ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യുന്നുള്ളൂ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതെന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഏകദേശം 10-60-ൽ കൂടുതൽ അല്ലെ, 10-60-ൽ കൂടുതലെങ്കിലും ഓക്കെ. അതായത് പൊതുവെ നമ്മൾ പറയാം 10-75 പൊതുവെ കട്ട് ഓഫ് വരാൻ സാധ്യത പൊതുവെ പറയുന്നത്. ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, കട്ട് ഓഫ് പറയാൻ വേണ്ടി പറ്റത്തില്ല. എന്നിരുന്നാലും ഒരു 60-ന് മുകളിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലൊരു മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 60-ന് മുകളിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും മാക്സിമം എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു അത്രയും നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഏറ്റവും നല്ല മാർക്ക് എന്ത് ചെയ്യുക സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലെ. ഇനി
ഈ ഉള്ള 60 ദിവസങ്ങൾ എങ്ങനെ പഠിക്കാൻ ചോദിച്ചില്ല, ഏത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് നമ്മുടെ കമ്പനി ബോർഡ് എന്ന് പറയുന്നത്. അല്ലെ, ബെക്കോയെ നമ്മൾ കമ്പയർ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പനി ബോർഡിനാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, നിയമനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ആ നിയമന നില ഇപ്പോൾ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഏകദേശം 3000 കടക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയുന്നത് അതിന്റെ നിയമന നില എന്ന് പറയുന്നത്. അല്ലെ, പുതുതായിട്ട് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ 20 വർക്കേഴ്സിലേക്ക് മറ്റുമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികൾ എന്ന് പറയുന്നത് ഈ 6 റാങ്കിൽസ് നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നിലവിലുള്ള റാങ്കിൽസ് നിന്നാണ് എന്ത് ചെയ്യുന്നത് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 3000-ൽ പരം എന്താണ് ആ അഡ്വൈസർ പോകുന്ന ഒരു എക്സാം ആയിട്ട് മാറുന്ന എക്സാമാണ് കമ്പനി ബോർഡ് എൽജിഎസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ വളരെ അശ്രാന്ത പരിശ്രമം നടത്തേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കണം എന്നുള്ള ചിന്തയുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ACB അക്കാഡമിയിൽ നമ്മൾ കമ്പനി ബോർഡ് എൽജിഎസിനും ബെക്കോ എൽഡിഎസിനും വേണ്ടിയിട്ട് 60 ദിവസത്തെ വളരെ ഇന്റൻസീവ് ആയിട്ട് ക്രാഷ് കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടാവും, റിവിഷൻ സെഷൻസ് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ലഭ്യമാകുന്നതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴേ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനും വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാനും എന്ത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 10, 60, 65 ദിവസമാണ് ഉണ്ടാകുക. 65 ദിവസം അത് എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് വേഗം ശ്രമിക്കുക. ഇനി ആദ്യം മുതലേ സിലബസ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഹോട്ട് ടോപ്പിക്സുകൾ ഉണ്ടല്ലോ, ആ ഹോട്ട് ടോപ്പിക്കുകൾ എടുക്കുക, അവിടെ നിന്ന് പഠനം ആരംഭിക്കുക. ഓക്കെ, ആരംഭിച്ചിട്ടുണ്ടാകുന്നവർ കാണും. നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഹോട്ട് ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക എടുത്തു വെച്ച് ഇനിയുള്ള സമയങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് അനലൈസ് ചെയ്യുക, അത് റിവിഷൻ ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക, ഇനിയും എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക, സംശയമുള്ള ഭാഗങ്ങൾ പിന്നെയും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എവിടെയാണോ നിങ്ങളുടെ ഈ പറയുന്ന പോരായ്മകൾ ഉള്ളത് അത് മനസ്സിലാക്കി എന്ത് ചെയ്യുക, അത് തിരുത്തുക. ആ മാർഗ്ഗം അവിടെ പോവാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണവും നിങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ തൊട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പർ വിളിച്ച് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, 18-ാം തീയതിയാണ് സ്റ്റേജ് 1ഉം 2ഉം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്റ്റേജ് 3 ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ അപേക്ഷകർ എണ്ണം കൂടുതലാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സ്റ്റേജ് 1ഉം 2ഉം ഈ ഇത്രയും പേരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റേജ് 3 എന്ത് ചെയ്യും, കാണും. ഓക്കെ, സ്റ്റേജ് 3 ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. എന്നാൽ സ്റ്റേജ് 1ഉം 2ഉം എന്താണ് ഒരു ദിവസം തന്നെ നടക്കുന്നത്. ഒന്ന് രാവിലെ, മറ്റൊന്ന് വൈകിട്ട് ഉച്ച കഴിഞ്ഞ ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത് നടക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വളരെ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ പറയുന്ന പരീക്ഷകളൊക്കെ ഇറക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു പ്ലാൻ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ടെൻഷൻ്റെ ഒന്നും യാതൊരു ആവശ്യകതയില്ല കേട്ടോ. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് കഴിയും ആത്മവിശ്വാസത്തോട് കൂടി തന്നെ എന്ത് ചെയ്യുക, പരീക്ഷയെ അപ്പിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.